നമസ്കാരം. രാജ്യത്തിൻ്റെ പരമോന്നത ഭരണാധികാരിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സുരക്ഷാ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അതിക്രമങ്ങളും നിയമവിരുദ്ധ പ്രതിഷേധങ്ങളും എല്ലാവരും കണ്ടതാണ്. അതീവ സുരക്ഷാ മേഖലയായ ദില്ലി ലോക് കല്യാൺ മാർഗിൽ യാതൊരുവിധ മുൻകൂർ അനുമതിയും കൂടാതെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രകടനവും സമരാഭാസങ്ങളും രാജ്യത്തിൻ്റെ ക്രമസമാധാന സംവിധാനത്തോടുള്ള വെല്ലുവിളിയായാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ഭരണഘടനാ പദവികൾ അലങ്കരിക്കുന്ന വ്യക്തികൾ തന്നെ നിയമം കയ്യിലെടുക്കുന്ന പ്രവണത ജാതിമത ഭേദമന്യേയുള്ള ഇന്ത്യൻ ജനതയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഇത്തരം സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള അക്രമ സമരങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധത്തിനെതിരെ ദില്ലി പോലീസ് കർശന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കെതിരെ 2 FIRകളാണ് ദില്ലി പോലീസ് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷാ ഭൂപടത്തിൽ ഏറ്റവും കർശനമായ നിയന്ത്രണങ്ങളുള്ള അതീവ സുരക്ഷാ മേഖലയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം യാതൊരുവിധ ഔദ്യോഗിക അനുമതിയും കൂടാതെ അതിക്രമിച്ചു കയറിയത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രവേശനം പോലും നിരോധിച്ചിട്ടുള്ള ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഒത്തുകൂടിയ ശേഷമാണ് ഈ നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയത്. അവിടെ നിന്നും 1/2 കിലോമീറ്ററോളം അകലെയുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രവേശന കവാടത്തിലേക്ക് കാൽനടയായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ദില്ലിയുടെ ക്രമസമാധാന നിലയെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകളെയും നിയന്ത്രണങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയായിരുന്നു അത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയായി കാണാൻ കഴിയും. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് കോൺഗ്രസ് നേതൃത്വം നടത്തിയ ആസൂത്രിത നീക്കങ്ങളുടെ തുടർച്ചയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ ഈ ആക്രമണ സമരം. ഖാർഗെയുടെ വസതിയിൽ നിന്നും കാൽനടയായി റോഡുകളിലൂടെ പ്രകടനമായി നീങ്ങിയ കോൺഗ്രസ് നേതാക്കൾ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെ മണിക്കൂറുകളോളമാണ് സ്തംഭിപ്പിച്ചത്. യാതൊരുവിധ മുൻകൂർ അനുമതിയും വാങ്ങിയിട്ടില്ലാത്ത ഈ മാർച്ചിൽ പങ്കെടുത്തവർ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പെരുമാറിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രകടനം ഒരു രാഷ്ട്രീയ പ്രതിഷേധം എന്നതിലുപരി രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢശ്രമം കൂടിയായിരുന്നു. ഖാർഗെയുടെ വസതിയിൽ ഒത്തുകൂടിയ നേതാക്കൾ ബോധപൂർവം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതെന്ന് വ്യക്തമാണ്. ദില്ലിയുടെ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ കാൽനടയായി നടത്തിയ ഈ യാത്രയിലൂടെ നഗരവാസികൾക്ക് കടുത്ത യാത്രാ ദുരിതമാണ് കോൺഗ്രസ് നേതൃത്വം സമ്മാനിച്ചത്. സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് നടത്തിയ ഈ സമരമുറകൾ കോൺഗ്രസിന്റെ ജനവിരുദ്ധ മുഖമാണ് ഒരിക്കൽ കൂടി വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നടപടിയെ ദില്ലി പോലീസ് അതിശക്തകരമായ സംയമനത്തോടെയാണ് നേരിട്ടത്. എങ്കിലും സ്ഥിതിഗതികൾ ഗുരുതരമായതിനെ തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ചില നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ നിർബന്ധിതരായി. രാഹുൽ ഗാന്ധിയുടെയും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ റോഡുകൾ ഉപരോധിച്ചും മുദ്രാവാക്യം വിളിച്ചും അക്രമം അഴിച്ചുവിട്ടത് ദില്ലിയിലെ ക്രമസമാധാന നിലയെ തന്നെയാണ് ചോദ്യം ചെയ്തത്. പ്രതിഷേധം കൂടുതൽ ശക്തമായതോടെ റോഡുകൾ പൂർണ്ണമായി അടയ്ക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചു. കൂടാതെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനായി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ദില്ലി പോലീസ് സ്ഥലത്ത് വിന്യസിക്കുകയുണ്ടായി. രാജ്യ തലസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാനും ജനങ്ങളിൽ ഭീതി പരത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള കോൺഗ്രസിന്റെ ഇത്തരം തന്ത്രങ്ങൾ പോലീസിന്റെ ജാഗ്രത കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കാതെ തടയാനായത്. സുരക്ഷാ ജീവനക്കാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുകയും ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുടെ നടപടി തികച്ചും അപലപനീയമാണ്. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അരാജകത്വ സമരങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ദില്ലി പോലീസ് ഏർപ്പെടുത്തിയ ശക്തമായ പ്രതിരോധ വ്യവസ്ഥകളെയും മുന്നറിയിപ്പുകളെയും വകവയ്ക്കാതെ പ്രകോപനപരമായ രീതിയിൽ മുന്നോട്ടു പോയ രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ പോലീസ് ഒടുവിൽ ബലമായി നീക്കുകയാണുണ്ടായത്. പോലീസിന്റെ അഭ്യർത്ഥനകൾ മുഖവിലക്കെടുക്കാൻ തയ്യാറാകാതെ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സുരക്ഷാ സേന നിർബന്ധിതരായി. ഈ അറസ്റ്റോടെയാണ് കോൺഗ്രസ് നടത്തിയ നാടകീയ സമരങ്ങൾക്ക് താൽക്കാലിക വിരാമമായത്. എന്നാൽ ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം വളരെയധികം വലുതാണ്.
സാധാരണക്കാരായ ജനങ്ങൾ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായിരിക്കുമ്പോൾ രാജ്യത്തെ നയിക്കേണ്ട ഉയർന്ന പദവിയിലുള്ളവർ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണ്. സുരക്ഷാ സേനയുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയ ഈ സംഭവത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ദില്ലി പോലീസ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തികച്ചും സ്വാഗതാർഹവും നിയമവാഴ്ച ഉറപ്പാക്കുന്നതുമായ ഒരു നടപടിയാണ്. സുരക്ഷാ മേഖലയിലെ ലംഘനങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളും അധിക്ഷേപ വീഡിയോകളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിനെതിരെ ദില്ലി പോലീസ് കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നതും സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള അധിക്ഷേപ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതുമായ അക്കൗണ്ടുകൾ ദില്ലി പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം കുപ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ സൈബർ നടപടികളാണ് അധികാരികൾ സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി സംശയത്തിന്റെ നിഴലിലുള്ള അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി പ്രമുഖ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ദില്ലി പോലീസ് ഔദ്യോഗികമായി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ നടത്തുന്ന ഇത്തരം തരംതാണ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. രാജ്യത്ത് വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും രാഷ്ട്രീയത്തിന് ജനങ്ങൾ പിന്തുണ നൽകുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ നിരാശരായ കോൺഗ്രസ് നേതൃത്വം ഇത്തരം തെരുവ് നാടകങ്ങളിലേക്കും അരാജകത്വ സമരങ്ങളിലേക്കും തിരിയുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട പ്രതിപക്ഷം തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരം അലങ്കോലമായ സമരമുറകൾ പുറത്തെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നടത്തിയ ഈ നിയമവിരുദ്ധ പ്രതിഷേധത്തിലൂടെ കോൺഗ്രസ് മറ്റൊരു കാര്യം കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതായത് രാജ്യത്തിന്റെ ഭരണഘടനയോടോ നിയമവ്യവസ്ഥയോടോ യാതൊരുവിധ ആദരവും അവർക്കില്ല എന്നതാണ് സത്യം. വികസന പദ്ധതികളിലൂടെ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ഇത്തരം വില കുറഞ്ഞ തന്ത്രങ്ങളുമായി ഇറങ്ങുന്ന കോൺഗ്രസിനെ ഇന്ത്യൻ ജനത ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ജാതിയുടെയും പ്രാദേശിക വികാരങ്ങളുടെയും പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന ഇത്തരം കപട രാഷ്ട്രീയത്തെ രാജ്യത്തെ യുവതലമുറയും ബുദ്ധിജീവികളും കൃത്യമായി തിരിച്ചറിയുന്നുമുണ്ട്. നിയമം ലംഘിച്ച് അധികാരത്തിലേക്ക് തിരിച്ചെത്താമെന്ന കോൺഗ്രസിന്റെ വ്യാമോഹം ഒരിക്കലും നടപ്പിലാകാൻ പോകുന്ന ഒന്നല്ല. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഒരു തരത്തിലും കോൺഗ്രസ് നേതാക്കൾ പരിഗണിച്ചില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോക് കല്യാൺ മാർഗിൽ അരങ്ങേറിയ സംഭവങ്ങൾ. VIP സുരക്ഷയുടെ ഭാഗമായി കനത്ത കാവലുള്ള പ്രദേശത്ത് യാതൊരുവിധ മുൻ അനുമതിയും വാങ്ങാതെ ഇത്തരത്തിൽ പ്രകടനം നടത്തിയത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായേക്കാവുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചത്. ഒരു പ്രതിപക്ഷ നേതാവ് പാലിക്കേണ്ട മര്യാദകളെയോ നിയമങ്ങളെയോ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഈ നാടകം ദില്ലി പോലീസിന്റെ ഗൗരവമായ പരിശോധനയിലാണ്. നിയമവിരുദ്ധമായി സംഘം ചേരുക, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, അതീവ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറ്റക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് വഴി രാജ്യത്ത് നിയമവാഴ്ച ശക്തമാണെന്ന് ഉറപ്പുവരുത്താൻ ദില്ലി പോലീസിന് സാധിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരും നിയമത്തിന് അതീതരല്ലെന്ന സന്ദേശമാണ് ഈ നടപടികളിലൂടെ നൽകിയിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം നിയമവിരുദ്ധ സമരങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം പിന്മാറണമെന്നും രാജ്യത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ ആവശ്യങ്ങൾ ഉയരുന്നുമുണ്ട്. ഭൗതികമായ അതിക്രമങ്ങൾക്ക് പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ദൃശ്യങ്ങളും നുണകളും പ്രചരിപ്പിക്കുന്ന കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ കനത്ത അന്വേഷണത്തിലാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ദുരുപയോഗം ചെയ്ത് രാജ്യത്ത് വർഗീയ സ്പർദ്ധയും അരാജകത്വവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കണ്ടെത്താൻ ദില്ലി പോലീസ് സൈബർ സെൽ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. വ്യാജ ഐഡികളിലൂടെയും ഔദ്യോഗിക പേജുകളിലൂടെയും പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത അക്കൗണ്ടുകളെല്ലാം ഇതിനോടകം തന്നെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞു. ഈ അക്കൗണ്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ യഥാർത്ഥ വിവരങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും കണ്ടെത്താൻ പ്രമുഖ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. നിയമത്തിന്റെ കരങ്ങളിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സൈബർ അന്വേഷണങ്ങൾ. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതുകൊണ്ട് മാത്രം സൈബർ ഇടങ്ങൾ വഴി വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഈ നിഷ്കൃഷ്ടമായ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ ജനങ്ങൾക്കിടയിലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ ദില്ലി പോലീസ് തയ്യാറാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലഹരണപ്പെട്ട ജാതി രാഷ്ട്രീയത്തിന്റെയും പ്രാദേശിക വിഭജന തന്ത്രങ്ങളുടെയും അവസാനത്തെ തുരുത്തുകൾ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്
കോൺഗ്രസ് ഇത്തരത്തിലുള്ള സംഘടിത സമരങ്ങളും വ്യാജ പ്രചാരണങ്ങളും അഴിച്ചുവിടുന്നത്. ദില്ലിയിൽ അരങ്ങേറിയ ഈ സംഭവങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയമവാഴ്ചയുടെയും സുരക്ഷയുടെയും പ്രാധാന്യത്തെയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ യാതൊരുവിധ അനുമതിയും കൂടാതെ അതിക്രമിച്ചു കയറി ക്രമസമാധാന നില തകർത്ത രാഹുൽ ഗാന്ധിക്കെതിരെ 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത് നിയമവാഴ്ചയോടുള്ള ജനങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. പ്രധാനമന്ത്രിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങളും അധിക്ഷേപങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദില്ലി പോലീസ് കർശനമായ നോട്ടീസുകളും അന്വേഷണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.